ക്വിസ് കോമ്പറ്റീഷൻ എന്നുള്ളത് ക്വിസ് കോമ്പറ്റീഷൻ എന്നുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവന്റ് ക്വിസ് കോമ്പറ്റീഷൻ എന്നൊരു സിസ്റ്റം ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആയിട്ട് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ലോകത്ത് നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് പല രീതികളായിട്ട് നടപ്പിലാക്കുന്നു എന്ന് മാത്രം. ക്വിസ് കോമ്പറ്റീഷനിലൂടെ സാധാരണഗതിയിൽ പഴയ കാലങ്ങളിലൊക്കെ ഇൻഫർമേഷൻസ് ആണ് കൈമാറിയിരുന്നത്. ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യത്തെ അനലൈസ് ചെയ്യാൻ കൂടിയുള്ള ടൂളായിട്ടാണ് ക്വിസ് കോമ്പറ്റീഷനെ ഉപയോഗിക്കുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, ഡിയർ സ്റ്റുഡൻസ്, I would like to suggest you, after every quiz competition, you have to check or you have to find out the details of what in a quiz competition, what presented in a quiz competition, what the content you have gotten in a quiz competition. ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് കിട്ടിയ കണ്ടന്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്വിസിന് ശേഷം ഓരോന്നിനെ കുറിച്ചും നിങ്ങൾ സ്വതന്ത്രമായി പഠിക്കുകയും അത് നോട്ടായി എഴുതുകയും ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവും. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നതിലുപരി സ്പെഷ്യലായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ദാറ്റ് ഈസ് അനാലിസിസ്. യു ജസ്റ്റ് നോട്ട് ഇറ്റ്. അതാണ് അനലിറ്റിക്കൽ എബിലിറ്റിയാണ് നമുക്ക് ഫ്യൂച്ചർ സ്കിൽ എന്നുള്ള അർത്ഥത്തിൽ വേണ്ടത്. അനലിറ്റിക്കൽ എബിലിറ്റി. സോ നിങ്ങൾക്ക് കിട്ടിയ കാര്യത്തിന്റെ വസ്തുതയും അതിൻ്റെ ബിയോണ്ട് ദ ഇൻഫർമേഷൻ, ആ വിവരത്തിനപ്പുറം ഒരു സംഗതിയെക്കുറിച്ചുള്ള പല വശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ക്വിസ് കോമ്പറ്റീഷൻ കൊണ്ട് വലിയ ഗുണം ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ.